അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥ ഒരു സാധാരണ കഥയല്ല. നമ്മുടെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥ പോലെ ഒരുപാട് പാഠങ്ങൾ നിറഞ്ഞ മറ്റൊരു മനോഹരമായ ചരിത്രമാണിത്. പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാമും അള്ളാഹുവിന്റെ പ്രത്യേക അറിവ് കിട്ടിയ ഹിലർ നബി അലൈഹിസ്സലാമും തമ്മിൽ നടന്ന ഒരു സംഭവം. ചില കാര്യങ്ങൾ നമ്മൾക്ക് കാണുമ്പോൾ ഒരു തെറ്റായിട്ടോ മനസ്സിലാവാത്ത കാര്യമായിട്ടോ തോന്നും. പക്ഷേ അതിന്റെ പിന്നിൽ വലിയൊരു വിധിയുണ്ടാവും. അള്ളാഹു എന്ത് ചെയ്താലും അതിനൊരു കാര്യമുണ്ടാവും. അതാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാ പിന്നെ നമുക്ക് പതുക്കെ കഥയിലേക്ക് കിടക്കാം. പണ്ടൊരു കാലത്ത് ബനു ഇസ്രായേൽ ജനതയുടെ പ്രവാചകനായിരുന്നു മൂസ നബി അലൈഹിസ്സലാം. അള്ളാഹുവുമായി നേരിട്ട് സംസാരിച്ച മഹാൻ. ലോകത്ത് അന്ന് ജീവിച്ചിരുന്നവരിൽ ഏറ്റവും വലിയ പണ്ഡിതനും അള്ളാഹുവിന്റെ കൽപ്പനകൾ കിട്ടിയിരുന്നവരുമൊക്കെയായിരുന്നു മൂസ നബി അലൈഹിസ്സലാം. ഒരു ദിവസം മൂസ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സമുദായത്തിന് ക്ലാസ് എടുക്കുകയായിരുന്നു. നല്ല ഗംഭീര പ്രസംഗം. ക്ലാസ്സിനിടെ ഒരാൾ ചോദിച്ചു, ഈ ലോകത്ത് നിങ്ങളെക്കാളും വലിയ അറിവുള്ള ആരെങ്കിലും ഉണ്ടോ മൂസ നബിയെ? മൂസ നബി അലൈഹിസ്സലാം അപ്പോൾ തന്നെ പറഞ്ഞു, ഇല്ല, എന്നേക്കാൾ വലിയ അറിവുള്ള ആരും ഈ ലോകത്തില്ല, അള്ളാഹു അല്ലാതെ. മൂസ നബിക്ക് അപ്പോൾ തന്നെ തോന്നി താനാണ് ഏറ്റവും വലിയ അറിവുള്ള ആളെന്ന്. അപ്പോ അള്ളാഹു മൂസ നബിക്ക് ഒരു വഹീ ഇറക്കി. മൂസ, എന്റെ അടിമകളിൽ ഒരാൾക്ക് നിന്നേക്കാൾ കൂടുതൽ അറിവുണ്ട്. അവൻ 2 കടലുകൾ സംഗമിക്കുന്ന സ്ഥലത്തുണ്ട്. മൂസ നബിക്ക് ഇത് കേട്ടപ്പോൾ വലിയ അത്ഭുതമായി. അങ്ങനെയോ? എന്നേക്കാൾ അറിവുള്ള ഒരാളോ? അദ്ദേഹത്തെ ഞാൻ കണ്ടെത്തും. എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അറിവ് പഠിക്കും. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ചെറുപ്പക്കാരനായ ശിഷ്യൻ യൂഷൗ ബിൻ നൂനെയും കൂട്ടി യാത്ര തുടങ്ങി. പോകുന്നതിന് മുമ്പ് മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, നമ്മൾ ഈ 2 കടലുകൾ ചേരുന്ന സ്ഥലത്തെത്താതെ അല്ലെങ്കിൽ ഒരുപാട് കാലം നടക്കാതെ ഈ യാത്ര നിർത്തൂല. യാത്രയ്ക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കി ഒരു വലിയ മീനിനെയും പൊരിച്ച് കൂടെയെടുത്തു. എന്നിട്ട് എവിടെയാണ് 2 കടലുകൾ സംഗമിക്കുന്ന സ്ഥലം എന്നറിയാൻ വേണ്ടി അള്ളാഹു ഒരു അടയാളം കൊടുത്തു. നിങ്ങൾ വെച്ച മീൻ ജീവിച്ച് കടലിലേക്ക് ചാടുന്ന സ്ഥലത്താണ് ആ മനുഷ്യനുള്ളത്. അങ്ങനെ മൂസ നബിയും യൂഷൗ ബിൻ നൂനും കൂടി നടന്നു. ദിവസങ്ങളും രാത്രികളും കടന്നുപോയി. നടന്ന് അദ്ദേഹം ക്ഷീണിച്ചു. ഒരു പാറയുടെ അടുത്തായപ്പോൾ അവർ രണ്ടാളും ഇരുന്നു വിശ്രമിച്ചു. ആ സമയത്താണ് അത് സംഭവിച്ചത്. അവർ വെച്ച ആ പൊരിച്ച മീൻ അത് ജീവിച്ച് ഒരു അത്ഭുതം പോലെ കടലിലേക്ക് ചാടിപ്പോയി. അത്ഭുതം എന്ന് പറഞ്ഞാൽ മീൻ പോയ വഴിയിലുള്ള വെള്ളം ഒരു തുരങ്കം പോലെയായി. യൂഷൗ ബിൻ നൂൻ ഇത് കണ്ടിരുന്നു. പക്ഷെ ശൈത്താൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു മറയിട്ടു. അതുകൊണ്ട് അദ്ദേഹം മൂസ നബിയോട് ഇത് പറയാൻ മറന്നുപോയി. അവർ വീണ്ടും കുറേ ദൂരം നടന്നു. ക്ഷീണം കൊണ്ട് മൂസ നബി അലൈഹിസ്സലാമിന് നടക്കാൻ വയ്യാതെയായി. യൂഷ, നമ്മുടെ ഭക്ഷണം എവിടെ? ആ മീൻ കൊണ്ടുവരൂ, നമുക്ക് വിശക്കുന്നു, മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു. അപ്പൊ തന്നെ യൂഷൗ ബിൻ നൂനിന് ഓർമ്മ വന്നു. അയ്യോ മൂസ നബിയെ, നമ്മൾ അവിടെ പാറയുടെ അടുത്ത് വിശ്രമിച്ചില്ലേ? അവിടെ വെച്ച് ആ മീൻ ജീവിച്ച് കടലിലേക്ക് ചാടിപ്പോയിരുന്നു. ഞാനത് നിങ്ങളോട് പറയാൻ മറന്നുപോയി. ശൈത്താനാണ് എന്നെ മറപ്പിച്ചത്. മൂസ നബി അലൈഹിസ്സലാം അത് കേട്ടപ്പോൾ സന്തോഷത്തോടെ പറഞ്ഞു, ഓഹോ, അതാണ് നമ്മൾ അന്വേഷിക്കുന്ന സ്ഥലം. അള്ളാഹു പറഞ്ഞ അടയാളം അത് തന്നെയാണ്. അങ്ങനെ അവർ രണ്ടാളും വന്ന വഴിക്ക് തിരിച്ചു നടന്നു. നടന്ന് അതേ പാറയുടെ അടുത്തെത്തി. അവിടെ വെച്ച് മൂസ നബി അലൈഹിസ്സലാം ഒരു അത്ഭുത കാഴ്ച കണ്ടു. ഒരു മനുഷ്യൻ, തലമൂടിയ ഒരു രൂപം. അവരായിരുന്നു അള്ളാഹുവിന്റെ പ്രത്യേക അറിവുകൾ കിട്ടിയ ഹിലർ നബി അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാം ഹിലർ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് ചെന്ന് സലാം പറഞ്ഞു. അള്ളാഹുവിന്റെ സമാധാനം നിങ്ങളിൽ ഉണ്ടാവട്ടെ. ഹിലർ നബി അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, വഅലൈക്കും അസ്സലാം. ആരാണാവോ? ഞാൻ മൂസയാണ്. നിങ്ങൾ എന്നെക്കാളും കൂടുതൽ അറിവുള്ള ആളാണെന്ന് ഞാൻ അറിഞ്ഞു. ആ അറിവിൽ നിന്ന് എനിക്ക് കുറച്ച് പഠിപ്പിച്ചു തരാൻ ഞാൻ നിങ്ങളുടെ കൂടെ വന്നോട്ടെ? മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു. ഹിലർ നബി അലൈഹിസ്സലാം പറഞ്ഞു, മൂസ, എന്റെ കൂടെ ക്ഷമിക്കാൻ നിനക്ക് കഴിയില്ല. നിനക്കറിയാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് നീ ക്ഷമയോടെ നോക്കിക്കാണുക? ഇൻഷാ അല്ലാഹ്, ഞാൻ ക്ഷമയുള്ളവനായിരിക്കും. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യവും ചോദിക്കൂല, മൂസ നബി അലൈഹിസ്സലാം ഉറപ്പു കൊടുത്തു. എന്നാൽ ശരി, എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യുന്നത് വരെ നീ എന്നോട് ഒരു ചോദ്യവും ചോദിക്കരുത്, ഹിലർ നബി അലൈഹിസ്സലാം പറഞ്ഞു. അങ്ങനെ അവർ രണ്ടാളും കൂടി യാത്ര തുടങ്ങി. അവർ രണ്ടാളും കൂടി നടന്ന് ഒരു പുഴയുടെ തീരത്തെത്തി. അവിടെ ഒരു പാവപ്പെട്ട ആളുടെ ഒരു കപ്പൽ കണ്ടു. ഹിലർ നബി അലൈഹിസ്സലാം ആ കപ്പലിലേക്ക് കയറി. എന്നിട്ട് ഒരു മഴു എടുത്ത് കപ്പലിന്റെ ഒരു പലക പൊളിക്കാൻ തുടങ്ങി. ഇത് കണ്ട് മൂസ നബിക്ക് ദേഷ്യം വന്നു. അല്ലാഹു അക്ബർ, ഇത് നിങ്ങൾ എന്ത് അക്രമമാണ് ചെയ്യുന്നത്? പാവപ്പെട്ട മനുഷ്യന്റെ കപ്പൽ നിങ്ങൾ നശിപ്പിക്കുകയാണോ? ഇത് വലിയ തെറ്റല്ലേ? ഹിലർ നബി അലൈഹിസ്സലാം പറഞ്ഞു, മൂസ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്റെ കൂടെ ക്ഷമിക്കാൻ നിനക്ക് കഴിയില്ലെന്ന്? മൂസ നബിക്ക് അപ്പൊ തന്നെ ഓർമ്മ വന്നു. ഓ, ക്ഷമിക്കണം, ഞാൻ മറന്നുപോയി. ഇനി ഒരിക്കലും ഞാൻ ചോദിക്കില്ല.
അവർ യാത്ര തുടർന്നു. കുറച്ചു ദൂരം നടന്നു ചെന്നപ്പോൾ അവർ കുറെ കുട്ടികൾ കളിക്കുന്നത് കണ്ടു. അതിലൊരു നല്ല ഭംഗിയുള്ള കൊച്ചു പയ്യൻ. ഹിളർ നബി അലൈഹിസ്സലാം ആ കുട്ടിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ഒറ്റയടിക്ക് ആ കുട്ടിയെ കൊന്നു. ഇത് കണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. അല്ലാഹു അക്ബർ, നിങ്ങൾ എന്ത് വലിയ തെറ്റാണ് ചെയ്തത്! ഒരു കൊച്ചു കുട്ടിയെ, ഒരു തെറ്റും ചെയ്യാത്ത പാവം ഒരു കുട്ടിയെ നിങ്ങൾ കൊന്നു കളഞ്ഞു. ഇത് വലിയൊരു പാപമല്ലേ? ഹിളർ നബി അലൈഹിസ്സലാം പറഞ്ഞു, മൂസ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്റെ കൂടെ ക്ഷമിക്കാൻ നിനക്ക് കഴിയില്ലെന്ന്. മൂസാ നബിക്ക് സ്വന്തം വാക്ക് ഓർമ്മ വന്നു. ക്ഷമിക്കണം, ഇനി ഒരിക്കലും ഞാൻ ചോദിക്കില്ല. ഇനി ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്നെ ഒഴിവാക്കിക്കോ. അവർ വീണ്ടും യാത്ര തുടങ്ങി. അവർ നടന്നു ഒരു ഗ്രാമത്തിലെത്തി. അവിടെയുള്ള ആളുകളോട് കുറച്ച് ഭക്ഷണം ചോദിച്ചു. പക്ഷെ ആ നാട്ടുകാർ അവർക്ക് ഭക്ഷണം കൊടുത്തില്ല. അവരെ സ്വീകരിക്കാനും തയ്യാറായില്ല. അങ്ങനെ അവർ ആ ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മതില് കണ്ടു. ആ മതിൽ ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയിരുന്നു. ഹിളർ നബി അലൈഹിസ്സലാം ആ മതിലിന്റെ അടുത്ത് ചെന്ന് അത് നന്നാക്കാൻ തുടങ്ങി. സ്വന്തം കയ്യിലിരുന്ന ആയുധങ്ങൾ വെച്ച് നല്ല ഭംഗിയായിട്ട് മതിൽ പുതുക്കി പണിതു. ഇത് കണ്ട് മൂസാ നബിക്ക് അത്ഭുതമായി. എന്തു മനോഹരമായിട്ടാ നിങ്ങൾ ഈ മതിൽ കെട്ടിയത്! നമ്മൾക്ക് ആരും ഭക്ഷണം പോലും തന്നില്ല, എന്നിട്ടും ഇവർക്ക് വേണ്ടി സൗജന്യമായി ഈ മതിൽ നന്നാക്കിയല്ലോ. കുറഞ്ഞ പക്ഷം ഇതിനൊരു കൂലിയെങ്കിലും വാങ്ങാമായിരുന്നില്ലേ? ഹിളർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ദാ ഇപ്പോഴാണ് നമ്മൾ പിരിയേണ്ട സമയമായത്. ഞാൻ നിനക്കറിയാത്ത കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞു തരാം. ഹിളർ നബി അലൈഹിസ്സലാം ഓരോ കാര്യവും മൂസാ നബിക്ക് വിശദീകരിച്ചു കൊടുത്തു. കപ്പലിന്റെ കാര്യം. ആ കപ്പൽ ഒരുപാട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടേതായിരുന്നു. കടലിൽ ഒരു ക്രൂരനായ രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് നല്ല കപ്പലുകൾ മുഴുവൻ പിടിച്ചെടുക്കും. അതുകൊണ്ടാണ് ഞാൻ ആ കപ്പലിലെ പലക പൊളിച്ചത്. അത് കുറച്ചൊന്ന് കേടുവരുത്തിയപ്പോൾ രാജാവ് ആ കപ്പൽ പിടിച്ചെടുക്കില്ല. അപ്പോ അവർക്കത് നന്നാക്കി വീണ്ടും ഉപയോഗിക്കാൻ പറ്റൂലേ? പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ കപ്പൽ തിരിച്ചു കിട്ടൂലേ? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ പാവപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ അത് ചെയ്തത്. മൂസാ നബിക്ക് അത് കേട്ടപ്പോൾ സന്തോഷവും അത്ഭുതവും തോന്നി. അപ്പൊ ഞാൻ കണ്ടത് ഒരു തെറ്റായിരുന്നില്ല, അതിന്റെ പിന്നിൽ ഇത്ര വലിയ നന്മയോ? ഇനി കുട്ടിയുടെ കാര്യം. ആ കുട്ടി ഒരു വിശ്വാസിയായ കുടുംബത്തിലെ അംഗമായിരുന്നു. എന്നാൽ ആ കുട്ടി വളർന്നു വലുതാകുമ്പോൾ അവൻ തീരെ നല്ലവനല്ലാത്ത ഒരു ദുഷ്ടനായ മനുഷ്യനാവുമായിരുന്നു. അവന്റെ ഉമ്മയെയും ഉപ്പയെയും അവൻ വഴിതെറ്റിക്കുമായിരുന്നു. അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം ഞാൻ അവനെ കൊന്നു. അള്ളാഹു അവന്റെ മാതാപിതാക്കൾക്ക് പകരം ആ കുട്ടിയേക്കാൾ നല്ല തഖ്വയുള്ള ഒരു കുഞ്ഞിനെ നൽകും. മൂസാ നബിക്ക് ഇത് കേട്ടപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. അള്ളാഹുവിന്റെ വിധി എത്ര വലുതാണ്! ഞാൻ കണ്ടത് പുറമേയുള്ള കാര്യമായിരുന്നു. അതിന്റെ പിന്നിലെ സത്യം എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇനി മതിലിന്റെ കാര്യം. ആ മതില് നമുക്ക് ഭക്ഷണം പോലും തരാത്ത ആ നാട്ടുകാരുടേതായിരുന്നു. പക്ഷെ ആ മതിലിന്റെ താഴെ ആ നാട്ടിലെ 2 അനാഥ കുട്ടികളുടെ നിധി കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടികളുടെ ഉപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു. ആ മതിൽ ഇടിഞ്ഞു വീണാൽ നാട്ടുകാർ ആ നിധി എടുത്തോണ്ട് പോകും. ആ കുട്ടികൾ വലുതാകുമ്പോൾ അവരുടെ നിധി അവർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാൻ ആ മതിൽ നന്നാക്കിയത്. ഇതൊന്നും എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തതല്ല മൂസ. എല്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാൻ ചെയ്തതാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇതാണ് ഈ കഥയുടെ സാരം. നമ്മൾ പുറമേ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് ഒരു തെറ്റായിട്ടോ മനസ്സിലാവാത്ത കാര്യമായിട്ടോ തോന്നും. പക്ഷേ അതിന്റെ എല്ലാം പിന്നിൽ അള്ളാഹുവിന്റെ വലിയൊരു വിധിയുണ്ടാവും. ചിലപ്പോൾ അള്ളാഹു നമുക്കൊരു ബുദ്ധിമുട്ട് തരും. നമുക്ക് തോന്നും, എന്തിനാ അള്ളാഹു എനിക്കിത് തന്നത് എന്ന്. പക്ഷേ ആ ബുദ്ധിമുട്ടായിരിക്കും നമ്മളെ ഒരു വലിയ ആപത്തിൽ നിന്ന് രക്ഷിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: അള്ളാഹു എന്ത് ചെയ്താലും അതിൽ ഒരു ഹൈറുണ്ട്. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. അള്ളാഹുവിന്റെ വിധിയെ ചോദ്യം ചെയ്യാതിരിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈ കഥയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു ചരിത്രവുമായിട്ട് നമുക്ക് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.